ഹായ്, വെൽക്കം ടു ആർഎസ് ആസ്ട്രോലൈവ്. ഇടവൻ രാശിക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. വളരെ സ്റ്റക്കായിട്ടുള്ള ഒരു പീരീഡായിരുന്നു. നിങ്ങളെല്ലാവരിൽ നിന്നും അകന്നു നിന്നൊരു സമയമാണ്. ഇമോഷണലി നിങ്ങൾ വളരെ ഡ്രെയിനേജ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. വളരെ ടയേർഡായിട്ട് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരിൽ നിന്നും ഒതുങ്ങിക്കൂടി നിങ്ങൾ നിന്നൊരു സമയമായിരുന്നു ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി. ഇമോഷണലി നിങ്ങളിപ്പോൾ എല്ലാ രീതിയിലും സ്റ്റേബിളാണ്. നിങ്ങൾക്ക് ഫൈനാൻഷ്യലിയും ഇമോഷണലി ഹെൽത്ത് വൈസൊക്കെ ഇപ്പോൾ ഓക്കെ ടൈമാണ് കാണുന്നത്. കരിയറിൽ നല്ല സ്റ്റാറ്റസ് ഉള്ള ജോബോ പ്രമോഷനോ കാര്യങ്ങളോ കിട്ടാനുള്ള സമയമാണ്, അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയൊരു സമയമാണ്. അതല്ലെങ്കിൽ വരുന്ന കുറച്ച് ഇപ്പോൾ 10 ആഴ്ചയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രമോഷൻ കിട്ടാനുള്ള ചാൻസ് കാർഡ് പറയുന്നുണ്ട്. അടുത്ത കാർഡ് 3 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പ്രമോഷന് ശേഷമുള്ള ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലൊരു പ്രത്യേകിച്ചൊരു വിശേഷ ദിവസം ഏതെങ്കിലും ഒരു സെലിബ്രേഷനെ കുറിച്ച് കാണുന്നു. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടുകാരുമായിട്ടും കൂട്ടുകാരുമായിട്ടും ഒക്കെ ഒരു കൂടിക്കാഴ്ച ഇതിലൂടെ കാണുന്നുണ്ട്. എന്താണ് സോൾ കാർഡ് പറയുന്നതെന്ന് നോക്കുക. ഇന്നർ ഡയലോഗ്, മനസ്സിന് നമ്മുടെ ഉൾവിളി തിരിച്ചറിയാൻ എപ്പോഴും ശ്രമിക്കണം. നമ്മുടെ മനസ്സ് പറയും എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും ഏതാണ് നേർവഴിയെന്ന് എപ്പോഴും നമുക്ക് ദൈവം നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറയാറുണ്ട്. അതിനെ തിരിച്ചറിയണം. അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് യാത്ര ഈസിയാകും. നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ലുക്ക് ഫോർ എ സൈൻ. ദൈവം തരുന്ന ഓരോ സിഗ്നൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദൈവം നേരിട്ട് പറയല്ല, സ്വപ്നത്തിലൂടെയും നമ്പർ, കണ്ടിന്യൂസ് ഉള്ള നമ്പർ, 1111 ഉള്ള നമ്പരും ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു തിരിച്ചറിവാകണം. അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഒറക്കിൾ കാർഡ് പറയുന്നത് മജീഷ്യൻ ആൻഡ് ദി മിററാണ് പറയുന്നത്. നിങ്ങൾ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എല്ലാ വിജയങ്ങളും കൊയ്തെടുക്കാൻ നിങ്ങൾ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. വിൻഫാൾ, അബണ്ടൻസ്, ഒരുപാട് ഗിഫ്റ്റും സെലിബ്രേഷനുള്ള കാർഡാണിത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രൊമോഷൻ, ബിസിനസ് വെഞ്ചർ, പുതിയ വെഞ്ചർ തുടങ്ങുന്നു, ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ജോലിയിലെ പ്രൊമോഷനും ഇൻക്രിമെൻറ്റും എല്ലാം കൂടി ഉൾപ്പെടെ കിട്ടുന്നു. അങ്ങനെ ഏത് രീതിയിലായാലും, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി തന്നെ കിട്ടുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ എങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടുന്നു. അങ്ങനെ എല്ലാ രീതിയിലും നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു ടൈമാണ് വരാൻ പോയിരിക്കുന്നത്. ഒരു നഴ്സറി പുത്രച്ചാട് ഇപ്പോൾ 5th ഹൗസ് കിട്ടിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞവരിയ്ക്കുന്നവരാണെങ്കിൽ, കുട്ടികളെക്കുറിച്ച് പ്രതീക്ഷയുള്ളവരാണെങ്കിൽ അവർക്കൊരു പുതിയ സന്താനം ഉണ്ടാകാനുള്ള സമയമുണ്ട്. പ്രഗ്നൻസി പോലുള്ള കാര്യങ്ങൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, മാരേജ് അലയൻസിനുള്ള ചാൻസ് ഉണ്ട്, പുതിയ ലവേഴ്സ്, അങ്ങനെ ഒരു ചാൻസും ഇതിനകത്തുണ്ട്. എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് ഇതും കിട്ടിയിരിക്കുന്നത്. ഗുഡ് റീഡിങ്.